2008 സംഭവം. ആലപ്പുഴയിലെ വത്തിയൂർ പാടം എന്ന പ്രദേശം. അവിടെ ഒരു കുളത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നു. സാരിയായിരുന്നു അവരുടെ വേഷം. അതേ സാരിയുടെ അറ്റം വെച്ച് 2 കാലുകളും കൂട്ടിക്കെട്ടിയിരിക്കുന്നു. വയറ് കീറിയിട്ടുണ്ട്. ആന്തരികാവയവങ്ങൾ പുറത്തേക്ക് വന്ന നിലയിലാണ്. മൃതദേഹത്തിന്റെ മേലെ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടുമുണ്ട്. ഏവരെയും പേടിപ്പെടുത്തുന്ന രംഗം. പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പക്ഷേ ആ സ്ത്രീ ഏതാണെന്നോ ഏതു നാട്ടുകാരിയാണെന്നോ ആർക്കും അറിയില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം കിടന്ന കുളത്തിനു ചുറ്റും തിരച്ചിൽ തുടങ്ങി. എന്നാൽ മൃതദേഹവുമായി ബന്ധപ്പെട്ട യാതൊന്നും ആ പ്രദേശത്തു നിന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഇതിന്റെ ഇടയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടത്. സംഭവ സ്ഥലത്തു നിന്നും 500 മീറ്റർ അകലെയുള്ള ഒരു സർപ്പക്കാവ് കണ്ടു. അദ്ദേഹം അങ്ങോട്ടേക്ക് നടന്നു. അടുക്കുംതോറും മൂക്കിലേക്ക് ഒരു രൂക്ഷഗന്ധം തുളച്ചു കയറി. കാവിലെത്തിയ അദ്ദേഹം ആ കാഴ്ച കണ്ടു. ഒരു ചത്ത പൂച്ച. ആദ്യ കാഴ്ചയിൽ തന്നെ ആ പൂച്ചയുടെയും സ്ത്രീയുടെയും മരണത്തിൽ എന്തോ ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സ്ത്രീയുടെ മൃതദേഹത്തിനും പൂച്ചയുടെ ജഡത്തിനും ഒരേ പഴക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെയും പൂച്ചയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ തീരുമാനിച്ചു. ഏവരും അത്ഭുതത്തോടെ നിന്നു. എന്നാൽ പൂച്ചയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യില്ലെന്ന് ഫോറൻസിക് സർജൻ പറഞ്ഞു. ഉടനെ ഒരു വെറ്റിനറി സർജനെ വച്ച് പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഈ 2 റിപ്പോർട്ടുകളിലും സാമ്യതകളേറെ. ഫുരിഡാൻ എന്ന വിഷം കലർന്ന ഭക്ഷണം കഴിച്ചാണ് 2 മരണവും നടന്നിരിക്കുന്നത്. സ്ത്രീ മരിച്ച ശേഷം മൃതദേഹം കല്ലുകെട്ടി കുളത്തിൽ താഴ്ത്തി. മരിച്ചതാരെന്നറിയാതെ കൊലപാതകിയെ തിരയുന്നതിൽ അർത്ഥമില്ല. അവർ ചത്ത പൂച്ചയ്ക്ക് പുറകെ അന്വേഷണം ആരംഭിച്ചു. പൂച്ചയുടെ ഫോട്ടോ എടുത്ത് ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തി. എന്നാൽ ജനം ഇതിനെ പരിഹസിച്ചു. എന്നാൽ ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ പൂച്ചയുടെ ഉടമസ്ഥരിലെത്തി. അവരുടെ കാണാതായ പൂച്ചയും ഫോട്ടോയിലെ പൂച്ചയും ഒരേപോലെയെന്ന് പറഞ്ഞു. ഈ പൂച്ച പോകാനിടയുള്ള സ്ഥലങ്ങളിലും അയൽവക്കത്തും അന്വേഷണം തുടങ്ങി. എന്നാൽ അന്വേഷണത്തിൽ ഒരു തുമ്പും പോലീസിന് കിട്ടിയില്ല. എല്ലാ വീട്ടിലും അന്വേഷണം നടത്തി. എന്നാൽ ഒരു വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അവിടെ അയാൾ ഒറ്റക്കാണ് താമസമെന്നും നാട്ടുകാർ പറഞ്ഞു. അയാൾ ഒരു പാത്രക്കച്ചവടക്കാരനാണ്. പേര് ജലാലുദ്ദീൻ. നാടുതോറും പാത്രങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കലാണ് അയാളുടെ പണി. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വീടിനു പുറത്തു തന്നെയാണ് അയാൾ ചിലവഴിക്കുന്നത്. ആദ്യമൊക്കെ പോലീസിന് സംശയമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഒരു തവണ പോലും പോലീസിനെ നേരിൽ കണ്ട് സംസാരിക്കുവാനോ ഫോൺ വിളിക്കുവാനോ അയാൾ തയ്യാറായില്ല. മാത്രമല്ല, പോലീസ് ഫോൺ വിളിക്കുമ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലം പോലീസിനോട് മാറ്റിപ്പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കണ്ടുപിടിച്ച പോലീസ് അയാളെ പൊക്കുവാൻ തന്നെ തീരുമാനിച്ചു. ടവർ ലൊക്കേഷനിൽ അയാളുടെ വീട്ടിലുള്ള സമയം കേന്ദ്രീകരിച്ച് പോലീസ് വീട് വളഞ്ഞു. പിടികൂടി. ഒടുവിൽ അയാൾ കുറ്റം സമ്മതിച്ചു. അതെ, പോലീസ് തിരഞ്ഞ ആ കൊലയാളി ഇതാണ്. അയാൾ പോലീസിനോട് പറഞ്ഞ കഥ ഇതാണ്. പാത്രക്കച്ചവടം നടത്തുന്നതിൻ്റെ ഇടയിലാണ് അയാൾ കരുമാറ്റ എന്ന സ്ഥലത്തെത്തുന്നത്. അവിടെ വെച്ചാണ് അയാൾ ആ സ്ത്രീയെ പരിചയപ്പെടുന്നത്. പിന്നീട് ജലാൽ അവരുമായി പ്രണയത്തിലായി. പലപ്പോഴായി ജലാൽ അവരിൽ നിന്നും പണവും സ്വർണവും കൈപ്പറ്റി. എന്നാൽ അധികം വൈകാതെ ആ സ്ത്രീ ജലാലിൽ നിന്നും അതൊക്കെ തിരികെ ചോദിച്ചു. പിന്നീടാണ് അവരെ കൊലപ്പെടുത്തണം എന്ന തീരുമാനത്തിൽ ജലാൽ എത്തുന്നത്. പണവും സ്വർണവും തരാം എന്ന് പറഞ്ഞ് ജലാൽ ആ സ്ത്രീയെ വീട്ടിൽ നിന്നും ഇറക്കി. പകൽ മുഴുവൻ നഗരത്തിൽ കറങ്ങിയ ശേഷം രാത്രിയോടെ ജലാലിന്റെ വീടിന്റെ അടുത്തുള്ള പാടത്തെത്തി. തുടർന്ന് ഭക്ഷണം എടുത്തു വരാം എന്ന് പറഞ്ഞ് ജലാൽ വീട്ടിലേക്ക് പോയി. തുടർന്ന് ജലാൽ 2 പൊതികളിലായി ഭക്ഷണം എടുത്തു. അതിൽ ഒന്നിൽ അയാൾ ഫുരിഡൻ കലക്കി. പാടത്തെത്തിയ അയാൾ ഫുരിഡാൻ കലർത്തിയ ഭക്ഷണപ്പൊതി ആ സ്ത്രീക്കു നൽകി. ഭക്ഷണശേഷം ആ സ്ത്രീ ഛർദ്ദിച്ചു. ഏറെ വൈകാതെ അവർ മരണപ്പെട്ടു. പിന്നീട് കല്ല് ശരീരത്തിൽ വെച്ച് കെട്ടുകയും കത്തി ഉപയോഗിച്ച് വയറ് കീറുകയും ചെയ്തു. ശേഷം അയാൾ മൃതദേഹം കുളത്തിലിടുകയും ചെയ്തു. കുളത്തിൽ മൃതദേഹം പൊങ്ങിയതോടെ അയാൾ അവിടെ നിന്നും മാറി. അയാൾ പോലും അറിയാതെ അയാൾ അവശേഷിപ്പിച്ച തെളിവ്. ആ സ്ത്രീ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം ആ പൂച്ച കഴിച്ചു. അങ്ങനെയാണ് ആ പൂച്ച ചത്തത്. ആ പൂച്ചയുടെ ജഡമാണ് ഈ കേസിന് നിർണായകമായത്.